ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ട്രെറ്റിനോയിനെ കുറിച്ചിട്ടാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഈ ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത് ഒരു മെഡിക്കേഷനാണ്. ആക്നെ സ്കാർസ്, ഡാർക്ക് സ്പോട്ട്, പിഗ്മെന്റേഷൻ, റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇതിനൊക്കെ എടുക്കുന്ന ഒരു മെഡിക്കേഷനാണ് ഈ ഒരു ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത്. ഇതൊരു ഡോക്ടറുടെ അഡ്വൈസോട് കൂടിയിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് ഇതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. ട്രെറ്റിനോയിൻ ഉപയോഗിക്കുന്നവരും അതേപോലെ തന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരും തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കുക. അതേപോലെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആദ്യം തന്നെ ട്രെറ്റിനോയിൻ എന്താണെന്ന് പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത് ഒരു മെഡിക്കേഷനാണ്. ആക്നെ, സൺ ഡാമേജ്ഡ് സ്കിന്ന് ഇതൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒന്നാണ് ട്രെറ്റിനോയിൻ. പിന്നെ ഇത് ട്രീറ്റ് ചെയ്യുന്നത് റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, ഡാർക്ക് സ്പോട്ട് എന്നിവയൊക്കെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് മാറ്റാൻ കഴിയും ഈ ഒരു ട്രെറ്റിനോയിൻ എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രെറ്റിനോയിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രെറ്റിനോയിൻ ക്രീമായിട്ടും ജെല്ലായിട്ടും ലോഷനായിട്ടും ഒക്കെ അവൈലബിൾ ആണ്. ട്രെറ്റിനോയിൻ എങ്ങനെയാണ് സ്കിന്നിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സ്കിൻ സെൽസിന്റെ ലൈഫ് സൈക്കിൾ ഒന്ന് സ്പീഡപ്പ് ആക്കുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിൻ സെൽസിന്റെ സ്ഥാനത്ത് പുതിയ ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ സെൽസിനെ റീപ്ലേസ് ചെയ്യും, അതും ചുരുങ്ങിയ സമയം കൊണ്ട്. ട്രെറ്റിനോയിൻ ഉപയോഗിക്കുന്നവരെക്കാളും കൂടുതൽ ഈ റെറ്റിനോൾ ഉപയോഗിക്കുന്നവരായിരിക്കും. ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ റെറ്റിനോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ഒരു നാച്ചുറൽ ഫോമാണ്. ഈ ട്രെറ്റിനോയിൻ എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് ഫോമാണ്. അതുകൊണ്ട് തന്നെ റെറ്റിനോളിനേക്കാളും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒന്നാണ് ഈ ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത്. ഒരുപാട് കോസ്മെറ്റിക്സിലായാലും അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സിലാണെങ്കിലും ഈ റെറ്റിനോൾ കാണാവുന്നതാണ്. പക്ഷേ ഈ ഒരു ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണ് ഈ ട്രെറ്റിനോയിൻ. അപ്പോൾ ഈ ട്രെറ്റിനോയിൻ ഉപയോഗിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ റെറ്റിനോൾ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം റെറ്റിനോൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അതിന് റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം ട്രെറ്റിനോയിൻ ഉപയോഗിക്കാം. അടുത്തായിട്ട് പറയുന്നത്, നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ട്രെറ്റിനോയിൻ ഉപയോഗിക്കുന്നതിന് മുൻപേ നമ്മൾ ഈ ഡോക്ടറോട് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതല്ല, ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആ ഒരു സമയമൊക്കെയാണെന്നുണ്ടെങ്കിൽ ട്രെറ്റിനോയിൻ സ്യൂട്ടബിൾ അല്ല. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിക്കുക, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കാം. അല്ലാതെ ഉപയോഗിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ദിവസം ഒരുപാട് വെയിൽ കൊള്ളുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറോട് പറഞ്ഞിരിക്കേണ്ടതാണ്. അവസാനത്തെ ഒരു കാര്യം, നിങ്ങൾ കറൻ്റ്ലി എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും പറയേണ്ടതാണ്. സെൽഫ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ ഈ പറഞ്ഞ 4 കാര്യം തീർച്ചയായിട്ടും ഒന്ന് മൈൻഡിൽ വയ്ക്കുക. ഇനി പറയാൻ പോകുന്നത് സ്കിന്നിൽ എങ്ങനെയാണ് ട്രെറ്റിനോയിൻ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. ട്രെറ്റിനോയിൻ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഫേസ് ക്ലീൻ ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. എക്സസീവ് ആയിട്ടുള്ള വാഷിംഗ് ആണെങ്കിലും സ്ക്രബിംഗ് ആണെന്നുണ്ടെങ്കിലും സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാകും. പിന്നെ നമ്മളൊരു വട്ടം ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ ഉണ്ടാവാൻ പാടില്ല. അത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം ട്രെറ്റിനോയിൻ അപ്ലൈ ചെയ്യുക. ഒരു 20 to 30 മിനിറ്റ്സ് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മോയ്സ്ചർ ഉണ്ടെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻ വരും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഡെയിലി ഒരു വട്ടം മാത്രം ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. രാത്രി ഉറങ്ങുന്നതിന് മുൻപേ ആണ് ഉപയോഗിക്കേണ്ടത്. ട്രെറ്റിനോയിൻ ജെൽ ആണെന്നുണ്ടെങ്കിലും ക്രീം ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം എടുത്ത് ഉപയോഗിക്കുക. ഒരു പീ സൈസ് എമൗണ്ട് മതി. എന്നിട്ട് എഫക്റ്റഡ് ഏരിയാസിൽ ഉപയോഗിക്കുക. അതല്ല ഫേസിൽ മുഴുവൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുക. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മെഡിക്കേഷൻ നമ്മുടെ സ്കിന്നിൽ കുറച്ച് കഴിഞ്ഞാൽ ഫേഡ് ആയി പോകണം, അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത ആ ഒരു എമൗണ്ട് കൂടുതലാണെന്നാണ്. അപ്പോൾ പിറ്റേ ദിവസം അതിന് കുറച്ച് എടുത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കൂടുതൽ എമൗണ്ട് എടുത്തെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ റിസൾട്ട് ഒരിക്കലും ഫാസ്റ്റ് ആവില്ല. അത് കൂടുതൽ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള കാരണം മാത്രമാകുള്ളൂ. പിന്നെ ഒരു മെഡിക്കേഷൻ നമ്മുടെ കണ്ണിലേക്ക്, മൂക്കിലേക്ക്, വായിലേക്ക് ഒന്നും ആവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് അധികം സൺലൈറ്റ്, സൺ ലാമ്പ്, വിൻഡ്, എക്സ്ട്രീം കോൾഡ് ഇതിലൊക്കെ അധികം എക്സ്പോസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഹാർഷ് സോപ്പ്, മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹെയർ പ്രൊഡക്ട്സ്, പിന്നെ സ്കിന്ന് ഡ്രൈ ആക്കുന്ന എന്തെങ്കിലും കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാം. പിന്നെ ആൽക്കഹോൾ, ആസ്ട്രിജൻസ്, ലൈം, സ്പൈസസ് ഇതൊന്നും സ്കിന്നിൽ ഉപയോഗിക്കരുത്. ട്രെറ്റിനോയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 to 3 വീക്സിനുള്ളിൽ സ്കിന്നിൽ വർക്ക് ചെയ്ത് തുടങ്ങും. ഇതിൻ്റെ ഒരു ഫുൾ ബെനിഫിറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 ആഴ്ച അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം എടുക്കും. 12 വീക്സ് വരെ നോക്കിയിട്ട് യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഇനി പറയാനുള്ളത്, ഈ ഒരു ട്രെറ്റിനോയിൻ ഉപയോഗിക്കുന്നവരിലെ സൈഡ് എഫക്ട്സിനെ കുറിച്ചിട്ടാണ്. ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത് ഒരു സ്കിന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് സ്കിന്ന് ഇറിറ്റേഷൻ എന്തായാലും ഫീൽ ചെയ്യും. അത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ കുറച്ച് ആഴ്ചകളെങ്കിലും സ്കിൻ ഇറിറ്റേഷൻ എന്തായാലും ഉണ്ടാവും. അത് നോർമലാണ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ സ്കിന്നിന് റെഡ്നെസ് ഉണ്ടാവാം, ഡ്രൈനെസ് വരാം, പിന്നെ സ്കിന്ന് പീൽ ചെയ്ത് പോവും, നല്ല ഇച്ചിനെസ് ഉണ്ടാവും. ഇതൊക്കെ ഈ ഒരു ട്രീറ്റ്മെന്റിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന്റെ ഒരു കോമൺ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് സ്കിന്ന് ഡ്രൈ ആവാം, സ്കിന്ന് പീൽ ചെയ്ത് പോവാം, സ്കിന്നിന് ഒരു പുകച്ചിലും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാം, സ്കിന്നിന് റെഡ്നെസ് വരാം, സ്കിന്നിന്റെ സെൻസിറ്റിവിറ്റി കൂടും. ഇത് മാത്രമല്ല, ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ കൂടുതൽ ആക്നീസ് ഫോം ചെയ്യും. ഇനി ഇത് കൂടാതെ കുറച്ച് സൈഡ്
എഫക്ട്സ് ആയിട്ട് പറയാനുള്ളത്, ഇപ്പോൾ കുറച്ചാഴ്ച യൂസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഇറിറ്റേഷൻസ് കുറയുന്നില്ല, കൂടി വരികയാണ്, സ്കിന്നിലെ ബ്ലിസ്റ്റേഴ്സ്, ക്രസ്റ്റിങ്, സ്വെല്ലിങ് ഇതൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ റെഡ്നെസ് എക്സസീവ് ആയിട്ടുണ്ടെങ്കിൽ, സ്കിൻ പിഗ്മെന്റേഷനിൽ ടെമ്പററി ചേഞ്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, ട്രെറ്റിനോയിൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഫസ്റ്റ് 3 to 6 വീക്സ് ആക്നെ കൂടുന്നത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താന്ന് വെച്ചാൽ ഈ ഒരു മെഡിക്കേഷൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ലെയറിനാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് ഇൻഫ്ലമേഷൻ വരാം, പുതിയ പുതിയ പിമ്പിൾസ് വരാം, ഇതൊക്കെ കോമൺ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞു സ്കിന്ന് പീൽ ചെയ്ത് പോകും, സ്കിന്നിന് ഡിസ്കംഫർട്ട്സ് വരും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് 2 to 4 വീക്സിനുള്ളിൽ ഇതൊക്കെ കംപ്ലീറ്റ് മാറും. പിന്നെ സ്കിൻ കളറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ടെമ്പററി ആണ്. മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോർമൽ ടോണിലേക്ക് തിരിച്ചു വരുന്നതാണ്. ട്രെറ്റിനോയിനെ കുറിച്ചിട്ട് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ആരെങ്കിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. സ്വന്തമായിട്ട് മെഡിക്കേഷൻസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.